ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നിന്ന് നമ്മുടെ സുമംഗലാമ്മയെ കാണിക്കുന്നത്. എല്ലാവരും കഞ്ഞി കുടിക്കാൻ വന്നിരിക്കുക. ഈ സമയത്ത് നളിനി എല്ലാവർക്കും കഞ്ഞി കൊടുക്കുവാണ്. അപ്പോൾ ഈ സുമംഗലാമ്മയുടെ കൂടെ മുറിയിൽ താമസിക്കുന്ന ചേച്ചിയോട് കഞ്ഞി കുടിക്കുന്ന കാര്യത്തെപ്പറ്റി കൂടെയുള്ളവർ ചോദിച്ചപ്പോൾ എല്ലാവരുടെയും തിരക്കൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ താമസിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ നളിനി വന്നവർക്ക് കഞ്ഞി എടുത്ത് കൊടുക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ ഇച്ചിരി കഞ്ഞിയും സ്പൂണും ഇട്ട കഞ്ഞി കൊടുക്കുക. അതും നളിനിയുടെ കൈവിരലൊക്കെ അതിനകത്ത് ഇങ്ങനെ വീണിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സുമംഗലാമ്മയ്ക്ക് സഹിക്കുന്നില്ല. അപ്പം നിൻ്റെ വിരലിട്ട് കലക്കിയ കഞ്ഞിയാണോടി ഞാൻ കുടിക്കേണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കഴിട്ടതൊക്കെ കുറേ കാലം നിങ്ങൾ കഴിച്ചതല്ലേ, അന്ന് ഈ പൊച്ചൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ നളിനി പറഞ്ഞു. എച്ചിലും മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ധിക്കാരം പറയുന്നോടിയെന്നും ചോദിച്ച് സുമംഗലാമ്മ ദേഷ്യപ്പെടുക. നളിനി അന്നേരം അതുകൊണ്ടൊന്ന് അടുത്ത ആൾക്ക് കൊടുത്തു. എന്നിട്ട് ആ കഞ്ഞി എടുത്തിട്ട് നമ്മുടെ നളിനിയിട്ട് കൈയിട്ട് അളിച്ച് വാരി ആ കഞ്ഞിയിൽ, എന്നിട്ട് അത് മുന്നിലേക്ക് വെച്ച് കൊടുത്തു. നിങ്ങളിനി ഇത് കഴിച്ചാൽ മതിയെന്നും പറഞ്ഞ് മുന്നിലേക്ക് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഇതെടുത്തൊരു ഒറ്റ തട്ട്. നിന്റെ എച്ചിൽ കഴിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സുമംഗല കിടന്നു ഇങ്ങനെ ശബ്ദം ഉയർത്തുക. കൂടെയുള്ളവരെല്ലാവരും നോക്കുക. അപ്പോൾ സുമംഗലാമ്മേ, നിങ്ങൾ ഈ കാണിച്ച ഒട്ടും ശരിയായില്ല കേട്ടോ എന്നും പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ പറയുമ്പം എന്നെ ഉപദേശിക്കാൻ നീ ആരാടി എന്ന് സുമംഗല പറഞ്ഞ് ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ഇവൾക്ക് ഭ്രാന്താന്ന് വേറൊരു ചേച്ചി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണായിട്ട് നിൽക്കുമ്പോഴാണ് അവിടുത്തെ മേഡം വരുന്നത്. മേഡം, ഇത് കണ്ടോ, ഇവർ രണ്ടാമത്തെ തവണ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു നളിനി. അപ്പോൾ എന്നെ സഹിക്കാൻ മേലെങ്കിൽ ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കടി എന്ന് ഈ സുമംഗലാമ്മ പറയുമ്പോൾ ഏത് വീടാടി നിനക്കുള്ളതെന്ന് സുമംഗലയോട് അവിടുത്തെ മേഡം ചോദിച്ചു. നിന്നെക്കൊണ്ട് സഹി കെട്ടല്ലേ അവർ ഞങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചതെന്ന് ചോദിച്ചു. ഞങ്ങൾ എന്തിനാ നിന്നെ സഹിക്കുന്നത്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. നളിനി അവരുടെ കൈ പിടിച്ച് അവരുടെ ആ മേശയിൽ വെക്കാൻ പറഞ്ഞു. ഭക്ഷണം തട്ടി എറിഞ്ഞ കൈ ഞാൻ തല്ലി ഓടിക്കുമെന്നൊക്കെ ആ ചേച്ചി പറഞ്ഞു. അപ്പോൾ ഇവരെ മര്യാദ പഠിപ്പിക്കണം മേഡം, അഹങ്കാരിയായി വരുന്നു പറഞ്ഞു വേറൊരു ചേച്ചി പറഞ്ഞു. അപ്പം നളിനി അവരുടെ കൈ പിടിക്കാൻ പറഞ്ഞു, പിടിച്ച് വെക്കാൻ പറഞ്ഞു. അങ്ങനെ നരകതുല്യമായ ശിക്ഷകളാണ് സുമംഗലാമ്മ ഇപ്പോൾ വൃദ്ധസദനത്തിൽ നേരിടേണ്ടി വരുന്നത്. അങ്ങനെ നളിനി ആ കൈ പിടിച്ചു വെച്ചു. അപ്പോൾ ഇവരെ മേഡം എന്ത് ചെയ്താലും ഇനി ഇവർക്കെതിരെ ആരെന്ത് ചോദിക്കാൻ വന്നാലും മേഡത്തിനൊപ്പം ഞങ്ങളുണ്ടാവും, മേഡം ധൈര്യമായിട്ട് കൊടുത്തോളാൻ അവിടെ ഇരുന്ന് വേറൊരു ചേച്ചി പറയും. ആ സമയത്ത് സുമംഗലയുടെ കൈ അടിച്ചടിച്ചടിച്ച് പിഞ്ച പരുവാക്കുവാണ്. അപ്പോഴേക്കും വേണ്ട മേഡം, ഒരു തവണത്തേക്ക് ക്ഷമിക്കാൻ പറഞ്ഞു കൂടെ താമസിക്കുന്ന ആ ചേച്ചി പറഞ്ഞു. അത് കേട്ടപ്പം ശോശാമ്മ ചേച്ചി ഇതിൽ ഇടപെടാൻ നിൽക്കരുത്, ഇവർക്ക് അടിയുടെ ആവശ്യമുണ്ടെന്ന് വെക്കിങ്ങോട്ട് കൈ എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചു അടിച്ചു കൊടുത്തു, ശരിക്കും തള്ളയുടെ ആ അസുഖം കുറച്ചങ്ങ് മാറട്ടെ എന്നും പറഞ്ഞു. ഇവരെ വലിച്ചെറിഞ്ഞതേ ഈ അന്നം വലിച്ചെറിഞ്ഞ് ഇവരുടെ ഈ കൈ എനിക്ക് അടിച്ച് ഓടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി അങ്ങനെ കൊടുത്ത് തള്ള പെടാപ്പാട് കിടന്ന് പെടുക. അപ്പോഴേക്കും നമ്മുടെ കൂടെയുള്ള ചേച്ചി പറഞ്ഞു, ശോശാമ്മ ചേച്ചി പറഞ്ഞു ഒരു തവണത്തേക്ക് ക്ഷമിച്ചു കൊടുക്കും, മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശോശാമ്മ ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു തവണത്തേക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാം, പക്ഷേ നിലത്ത് വീണ കഞ്ഞി മുഴുവനും ഇവർ കോരണം, നിലം ഇവർ തുടയ്ക്കണം. അവർക്കത് സമ്മതമാണെങ്കിലേ ഒരു തവണ ശോശാമ്മ ചേച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കാമെന്നും പറഞ്ഞിങ്ങനെ ആ മേഡം നിൽക്കുക. സുമംഗലാമ്മ പേടിച്ച് നിൽക്കുക. അപ്പം നിങ്ങൾക്ക് ആർക്കും ഇവരെ അറിയില്ല, ഇവരൊന്നും പഠിക്കില്ല, ശിക്ഷിക്കുക വേണ്ടത്, അത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് നളിനി അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. അപ്പം ചെയ്യാമെന്ന് പറ സുമംഗലാമ്മേ എന്ന് ശോശാമ്മ ചേച്ചി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു എല്ല് പോലും ഉണ്ടാവത്തില്ല കേട്ടോ, അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളാ, ഓർത്തോളാൻ പറഞ്ഞു. അവർ നിലം തുടച്ചോളും മേഡം, താഴെ കിടക്കുന്ന ചോറ് ഒന്നുപോലും കളയാതെ വാരിയെടുക്കാൻ പറഞ്ഞു. അപ്പം നോക്കി നിൽക്കാതെ ഒന്ന് വേഗം ചെയ്യും സുമംഗലാമ്മ എന്നും പറഞ്ഞുകൊണ്ട് ശോശാമ്മ ചേച്ചി പറഞ്ഞനുസരിച്ച് ഈ വാരും. അപ്പോൾ ഈ സുമംഗലാമ്മ ഇത് വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പറഞ്ഞിട്ടുള്ളതേ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ആ മേഡം അവിടെ ഇരുന്നു കരഞ്ഞുകൊണ്ട് സുമംഗലാമ്മ ഇത് വാരും കേട്ടോ. നളിനി, നാളെ മുതൽ ഇവരെ കൊണ്ട് ടോയ്ലറ്റ് കഴുകിപ്പിക്കണമെന്ന കാര്യം അന്നേരം പറഞ്ഞു മേഡം. ഇവരെ തീറ്റി പോറ്റുന്നത് കൊണ്ട് നമുക്ക് 10 പൈസയുടെ ഗുണമില്ല എന്ന് പറയുമ്പോൾ ശരി മേഡം എന്ന് നളിനി. അപ്പോൾ വേഗം ആവട്ടെ എന്ന് പറഞ്ഞ് മേഡം അങ്ങ് പോയി. നമ്മുടെ മൊത്തച്ചി അവിടെ ഇരുന്ന് കാരലും കൂവലും ഒക്കെ ആയിട്ടിരുന്ന് വാരലും വെറുക്കലും ഒക്കെ ആയിട്ടിരിക്കും. നാളെ തൊട്ടിന് ബാത്റൂം കഴുകാൻ പോകണമല്ലോ. അപ്പോൾ അതെല്ലാം ആലോചിച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മ പ്രഭാവതി അമ്മ അവിടെ ഇരിക്കുക. എന്തൊക്കെയോ ആലോചിച്ചപ്പോഴത്തേക്കും അപർണ അയ്യോ അമ്മേ അയ്യോ എൻ്റെ കൊയ്യെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യിൽ കുറേ പേസ്റ്റൊക്കെ തൂത്തുകൊണ്ട് വന്നിരിക്കുക. അപ്പോൾ എന്ത് പറ്റി അപർണ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അച്ഛൻ എന്നെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചയച്ചതേ ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാനല്ലെന്നും തമ്പിയുടെ മോൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഞാനിതൊക്കെ ആരോടാ പറയേണ്ടത്, ഇവിടെ വെച്ച് വിളമ്പാൻ ആരും ഇല്ലാത്ത വിവരമൊന്നും അമ്മ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഭാവതി ഇങ്ങനെ നോക്കുക. അത് പിന്നെ എങ്ങനെയല്ലേ, സാധാ നേരവും പള്ളിയറയിലല്ലേ അമ്മയുടെ ഇരിപ്പെന്നൊക്കെ പറയുമ്പോഴും പ്രഭാവതി അന്തം വിട്ട് നോക്കുവാണ്. എന്ത് ഭാവിച്ച പഴയ മട്ടിൽ ഈ ഇരിപ്പ് നിങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ. മഞ്ജു അവളുടെ പാട് നോക്കി പോയെന്നും
പിന്നെ ഇനി ഞാൻ അവളെ പറഞ്ഞു വിട്ടതാണെന്ന് കരുതിയേക്കരുതേ. അവൾ ആദ്യം നിന്ന് വീട്ടുകാർ വിളിച്ചാൽ പോകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണെന്നുള്ള കാര്യവും അപർണ പറയുന്നുണ്ട്. എനിക്ക് അടുക്കളപ്പണിയെ വശമില്ല, അത് അമ്മയ്ക്കും അറിയാവുന്ന കാര്യമല്ലേ. ഒരു തവണ കിച്ചണിൽ കയറിയതിൻ്റെ നാണക്കേട് എനിക്ക് ഈ തുവര മാർക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ വേറെ ആരും ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു പ്രഭാവതി. ആരുടെ കാര്യം അമ്മ ചോദിക്കുന്നേ? ജാനകിയുടെ കാര്യമാണോ? നേരെ ഒന്ന് വെളുത്ത് കിട്ടാൻ നോക്കിയിരിക്കില്ലേ അവള്. കാണാതെ പോയ അവളുടെ അമ്മയെ അന്വേഷിച്ച് പോകാനായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അപർണ പറഞ്ഞു. പിന്നെയുള്ളത് ഇപ്പോഴും സ്വപ്നലോകത്ത് ജീവിക്കുന്ന നിരഞ്ജനയാണ്. അവൾ ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയല്ലേ. എനിക്ക് പോയി നിൽക്കാൻ ഒരിടമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പോവാത്തത്. ഞാൻ എൻ്റെ മാന്യത കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നീ എന്തിനാ എൻ്റെ തലയിൽ കയറാൻ വരുന്നതെന്ന് പ്രഭാവതി അന്നേരം ചോദിച്ചു. ഇങ്ങനെ കെട്ടിലമ്മ ചമഞ്ഞിരിക്കാതെ അടുക്കളയിൽ കയറി വല്ല പണിയെടുക്കാൻ പറയാനാണെന്ന് പ്രഭാവതിയുടെ മുഖത്ത് നോക്കി തന്നെ അപർണ പറഞ്ഞു. അപ്പോൾ ഇനി അമ്മയ്ക്കത് മനസ്സിലാകാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. പ്രഭാവതിക്ക് മനസ്സിലായി തൻ്റെ ഊഴമാണ്, തനിക്കും പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ളത്. അപ്പോൾ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നതിൽ എന്തത്ര കുറച്ചിൽ? എൻ്റെ അമ്മയാണല്ലോ എൻ്റെ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്നത്. എൻ്റെ അമ്മ എന്താ രണ്ടാം തരക്കാരിയാണോ? വച്ചുണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് നല്ല വശമൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താ നിങ്ങൾക്ക് കിച്ചണിൽ കയറിയ എന്ന് അപർണ പ്രഭാവതിയോട് ചോദിക്കാം. അപ്പം ആദ്യം അമ്മ, ഇപ്പം ഞാൻ. നീ എന്നെ ഇവിടുത്തെ വീട്ടുപണിക്കാരിയാക്കാൻ നോക്കുകയാണല്ലോ എന്ന് പ്രഭാവതി അന്നേരം ചോദിച്ചു. സ്വന്തം മക്കൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നവർക്ക് വീട്ടുപണിക്കാരി എന്നൊരു പേര് കൂടി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അപർണ. അന്യൻ്റെ അടുക്കളയിൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരെയാ ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണല്ലേ നിൻ്റെ അച്ഛൻ ഇവിടെ വന്നപ്പോൾ വളച്ചു കെട്ടി പറഞ്ഞത്? അപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ പറയാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. എൻ്റെ അമ്മ എന്നെ കിച്ചണിൽ പോലും കയറ്റിയിട്ടില്ല. തമ്പിയുടെ ഭാര്യ വസുന്ധരയ്ക്ക് കിച്ചണിൽ കയറി പെരുമാറാമെങ്കിൽ വിധവയായി ജീവിക്കുന്ന പ്രഭാവതിക്ക് എന്തുകൊണ്ടതായിക്കൂടാ എന്ന് ചോദിക്കുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാവതിയുടെ മട്ടും മാതിരിയൊക്കെ അങ്ങ് മാറി കൊമ്പൊടിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. മുത്തശ്ശിയെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കിയതിനെ പറ്റി അമലിനോട് പരാതി പറഞ്ഞിട്ട് എന്തായി? ഉടനെ ആ കിഴവിത്തള്ളിയെ കൂട്ടിക്കൊണ്ടുവരാൻ മോൻ പോകുമെന്നല്ലേ നിങ്ങൾ കരുതിയത്? ഞാൻ ചെയ്തതിനെ അമൽ എനിക്ക് കൈ തന്ന് അഭിനന്ദിക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യം അപർണ പറയുമ്പോൾ പ്രഭാവതി ഞെട്ടി. നിങ്ങളുടെ കാര്യത്തിലും അത് അത്രയും ഉണ്ടാവുകയുള്ളൂ. എന്താ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ? പ്രഭാവതിക്ക് പറയാൻ വല്ലതുകൊണ്ടോ? പ്രഭാവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. സങ്കടം സഹിക്കാൻ മേലാതെ നിങ്ങൾ അച്ഛനോട് കാണിച്ച അവഗണന അത് അമലിൻ്റെ മനസ്സിൽ നല്ല ഒന്നാന്തരമായിട്ടുണ്ട്. അച്ഛൻ മരിക്കുന്ന രാത്രിയിലും അമൽ നിങ്ങളെ ഉപദേശിച്ചതാ, ശരിയല്ലേ എന്ന് ചോദിച്ചു. അഭിവന്ന് നിങ്ങളുടെ കാല് പിടിച്ചതാ അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പോകാൻ. എന്നിട്ട് നിങ്ങളത് ചെവിക്കൊള്ളുകയോ അതുപോലെ ചെയ്യുകയോ ചെയ്തില്ല. നിങ്ങളെയും സുഖിക്കാൻ വിടണ്ടെന്നാണ് അമൽ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ പ്രഭാവതി ഞെട്ടി നിൽക്കുക. അച്ഛനോടുള്ള നിങ്ങളുടെ മനോഭാവത്തോടെ അബിക്കും അമലിനോടും നിങ്ങളോടുള്ള സ്നേഹമൊക്കെ പോയി. അമൃതയുടെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അജയ്ക്കാണെങ്കിൽ സ്വന്തം കാര്യത്തിൽ കവിഞ്ഞു മറ്റൊന്നുമില്ല. ഷെയർ കയ്യിൽ കിട്ടിയാൽ അത് വിറ്റ് ബാംഗ്ലൂരിലേക്ക് ചേക്കേറാനിരിക്കും അജയ്. നിങ്ങളുടെ ജീവിതം ഇനി ഉള്ള ജീവിതം അമ്മായിമ്മയുടെ കൂടെ വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ ഇവിടെയോ ആയിരിക്കും. മക്കളുടെ മുഖവും കണ്ട് ഈ വീട്ടിൽ കഴിയണമെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പണികളൊക്കെ നിങ്ങളങ്ങ് ചെയ്യാൻ പറഞ്ഞ് അപർണ പറഞ്ഞു കൊടുത്തു. ആരുടെയും കണ്ണിലെ കരടാവാതെ ഈ വീട്ടിൽ ജീവിക്കാൻ നോക്കാൻ പറഞ്ഞ് അപർണ അവിടെ നിന്ന് പോയപ്പോൾ ഒന്നുമില്ലാത്തവരുടെ ഗതി ഇതൊക്കെ തന്നെയാണ്. പ്രഭാവതി മക്കളും മരുമക്കളും പറയുന്നത് എന്തോ അതനുസരിച്ച് അങ്ങ് ജീവിക്കുക. കുട്ടികളെ നോക്കാനും അടുക്കളപ്പണി എടുക്കാനും ശമ്പളം കൊടുക്കാതെ ഒരാൾ വേണമല്ലോ എന്ന് തമ്പി പറഞ്ഞത് ആ സെക്കൻഡ് നേരത്ത് പ്രഭാവതിയുടെ മൈൻഡിലൂടെ മിന്നി മറിഞ്ഞു. സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോയിൽ നോക്കി അന്നേരം അവർ കരയുന്നത്. അങ്ങനെ അവർ നമ്മുടെ സൂര്യയുടെ ഫോട്ടോയിൽ നോക്കി കരഞ്ഞു വിളിച്ച് അവിടെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ജാനകിയെയും നിരഞ്ജനയും ആട്ടോ. അവർ രണ്ടുപേരും കൂടി അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അമ്മയെ അന്വേഷിച്ച് നടന്നിട്ട് ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ജാനടുത്തേടെ അമ്മയാണെന്ന് സംശയിക്കാൻ പോലും അങ്ങനെയുള്ള ഒരാൾ ഈ നാട്ടിൽ ഇല്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല നിരഞ്ജനെ, നമ്മളൊരു ഉറപ്പില്ലാതെ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് എനിക്കതിലൊരു നിരാശയില്ല എന്ന് പറയാം. നിരാശ വന്നു പോയാൽ പിന്നെ ഞാനില്ലാന്നും ഞാൻ എൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നും ജാനകി പറയുക. നിൻ്റെ സമയം വെറുതെ കളഞ്ഞതിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ, നമുക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോകാൻ നോക്കുമ്പോൾ ജാനകിയെ പിടിച്ച് നിർത്തി നിരഞ്ജന. അപ്പോൾ നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ, എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അതെ എന്താന്ന് ചോദിച്ചേ. അപ്പോൾ എന്താ കാര്യം, എന്താ പറയാൻ പറഞ്ഞു. അത് പിന്നെ ജാനിയടുത്തി അപർണ പല തവണയായി അജയെ പറ്റി ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നു, എന്നാൽ അവൾ അത് തെളിച്ചൊന്നും പറയുന്നുമില്ല എന്ന കാര്യവും നിരഞ്ജന പറയപ്പോൾ ജാനകി അജയെ പറ്റി എന്താ അവൾ പറഞ്ഞത് എന്ന് ചോദിച്ചു. അജയ്ക്ക് ബാംഗ്ലൂരിൽ ഉള്ളൊരു പെണ്ണുമായിട്ട് അഫെയർ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ജാനകി ഒന്ന് ഞെട്ടി.
അപർണയുടെ അച്ഛൻ ഈ വിവരം എൻ്റെ അച്ഛനോടും പറഞ്ഞു. അതിൽ ടെൻഷൻ അടിച്ച് അച്ഛനെ വിളിച്ചായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിരഞ്ജന പറയുക. അച്ഛനോട് എനിക്ക് എന്താ ഏട്ടത്തി പറയാൻ പറ്റുക? എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഭാരം നാൾക്ക് നാൾ കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ നിരഞ്ജന പറഞ്ഞു. അപ്പം നീ അജയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പം സംസാരിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് അവനെന്താ പറഞ്ഞത്? ഇതൊക്കെ ശരൺ നടത്തുന്ന അപവാദ പ്രവചരണം മാത്രമാണെന്നാണ് അജയ് എന്നോട് പറഞ്ഞതെന്നും ശരണിനെ അജയ് ഒരിക്കൽ തല്ലിയത്ര, അന്ന് മുതൽ തുടങ്ങിയ ശത്രുതയാണിതെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അജയുടെ ജീവിതത്തിൽ ഞാനല്ലാതെ മറ്റൊരു പെണ്ണില്ലെന്ന് സത്യം ചെയ്യുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി ഞെട്ടി. ഏട്ടത്തിക്ക് ഈ വിവരങ്ങൾ അറിയാമല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാനകി ആകെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഏട്ടത്തി അതെൻ്റെ മുന്നിൽ നിഷേധിക്കാൻ നിൽക്കരുതെന്നുള്ള കാര്യവും പറഞ്ഞു. അപർണ തന്നെയാ എന്നോടിത് പറഞ്ഞതെന്നുള്ള കാര്യവും നിരഞ്ജന ഇങ്ങനെ പറഞ്ഞു. അമൃതയെല്ലാം ഏട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നിന്നോട് കള്ളം പറയാൻ എനിക്ക് കഴിയില്ല നിരഞ്ജനെ, ഞാനത് ചെയ്യുകയില്ല എന്നും ജാനകി പറയുവാണ്. അമൃത ഇങ്ങനൊരു കാര്യം എന്നോട് സംസാരിച്ചിരുന്നു എന്ന കാര്യം ജാനകി പറയുക. ഞാൻ ഈ വിവരം അഭിയേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല എന്നും കേട്ടതിൻ്റെ സത്യസ്ഥിതി അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും ജാനകി നിരഞ്ജനയോട് പറയുക. അത് കേട്ടപ്പോൾ ഏട്ടത്തി അമൃതയും സത്യങ്ങൾ എന്നോട് പറയില്ല എന്നുള്ളത് എനിക്ക് അറിയാമെന്ന് നിരഞ്ജന പറഞ്ഞു. അത് എന്നെ ഭയന്നിട്ടല്ലേ നിങ്ങൾ എന്നോടത് പറയാതിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജാനകിക്കൊന്നും പറയാനില്ല. മനസ്സിൽ നിരാശ ബാധിച്ച ഞാൻ കാണുന്ന പോംവഴി ആത്മഹത്യയല്ലേ അല്ലേ, അതുകൊണ്ടല്ലേ എന്നോടൊന്നും പറയാത്തതെന്ന് നിരഞ്ജന ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഏട്ടത്തി ഉൾപ്പെടെയുള്ള എല്ലാവരും എന്നും എന്നെ ആ കണ്ണുകൾ കൊണ്ട് മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അജയ്ക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ജാനകി നിരഞ്ജനോട് ചോദിച്ചു. നെഞ്ചുറപ്പോടെ അതിനെ നേരിടാനുള്ള ധൈര്യം അത് നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. നിരഞ്ജന ഒന്നും മിണ്ടുന്നില്ല. സ്വരമൊക്കെ ഇടറി ഇങ്ങനെ നിൽക്കുക. നിന്നെ ഒരു ദുർബലയായ പെണ്ണായി കരുതുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? ജനിക്കുന്നതും മരിക്കുന്നതും അത് തനിച്ചല്ലേ. ആരെങ്കിലും നമുക്ക് കൂട്ടുവരികയോ കൂടെ പോവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പിന്നെ എന്തിനു മറ്റൊരാൾക്ക് വേണ്ടി ജീവിതം ബലി കഴിക്കണമെന്ന് ജാനകി ഇങ്ങനെ നേരം ചോദിക്കുമ്പോൾ നിരഞ്ജനയ്ക്ക് അതിന് മറുപടിയില്ല. നിരഞ്ജന ഒന്നും മിണ്ടാതെ നിൽക്കുക. ഒരു ജീവൻ്റെ വില പോലും അതെന്താണെന്ന് നിനക്കറിയില്ല. അല്ലെങ്കിലും നീ 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ലേ, അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ നീ അങ്ങനെ ശ്രമിക്കുമായിരുന്നു എന്നൊക്കെ ജാനകി ചോദിച്ചപ്പോഴും നിരഞ്ജന ഒന്നും മിണ്ടുന്നില്ല. എവിടെയോ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ആത്മവിശ്വാസത്തിൽ ഞാൻ ഓടി നടക്കുന്നത് നീ കാണുന്നില്ലേ? അഭിയേട്ടനെ പോലും ഒഴിവാക്കി ഈ ഒരു യാത്ര എൻ്റേതാക്കി മാത്രം മാറ്റാനാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയണു. അപ്പം നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കാട്ടോ. നീ സ്വന്തം ജീവന് വില കൽപ്പിക്കുന്ന ഒരാളല്ലെന്നും നീ മരണമെന്ന ചിന്ത കൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. നീ തിരഞ്ഞെടുക്കുന്ന വഴി മരണമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നേറുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഊർജം കിട്ടുന്നത്. ചെന്ന് കാണുന്ന ഓരോ മുഖങ്ങളുടെ മുന്നിലും ഏട്ടത്തി പിടയുന്ന മനസ്സുമായിട്ട് നിന്നതേ നീ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ നിരഞ്ജന ആകെ തകർന്ന് ഇങ്ങനെ നിൽക്കുവാണ്. നീ മനസ്സിലാക്കാൻ വൈകിപ്പോയ ഒരു സത്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ജീവിതം അത് നമ്മളുടേത് മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് കൂടി ഉള്ളതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ തട്ടിവിടുക. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് പകുത്ത് കൊടുക്കുക തന്നെ വേണമെന്നും പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ അത് വലിയ നന്ദികേടാകുമെന്നും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ജാനകി ഇങ്ങനെ നിരഞ്ജനയെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ധൈര്യമുള്ളൊരു പെൺകുട്ടിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അജയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നീ അറിഞ്ഞാൽ നിൻ്റെ കണ്ണിൽ നിന്നും ഇനി അജയ്ക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴരുതെന്നൊക്കെ ജാനകി ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പം നിരഞ്ജൻ നിൽക്കുക. പുരുഷൻ്റെ തണലിൽ പെണ്ണിനൊരു ജീവിതമുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോഴാണ് അവൾ ദുർബലയായി പോകുന്നതെന്നൊക്കെ കാര്യങ്ങളും പിന്നെ നിഴലും തണലുമാവാൻ ഒരാളെ കിട്ടിയാൽ അത് ഭാഗ്യമാണെന്ന് കരുതണമെന്നും ഇല്ലെങ്കിലും അവൾക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട്. അവൾക്കും ഇല്ലേ അവളുടേതായ വ്യക്തിത്വം, അവളുടേതായ ജീവിതം. നീ നിയമം പഠിച്ചതല്ലേ എന്ന് ചോദിച്ചു. നിനക്ക് അച്ഛൻ്റെ കീഴിൽ പ്രാക്ടീസ് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ട് നിരഞ്ജന അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നിരഞ്ജനെ വേറൊരു ധൈര്യമുള്ള പെണ്ണാക്കി മാറ്റാനാണ് ജാനകി ശ്രമിക്കുന്നത്. അങ്ങനെ വന്നാൽ തന്നെ അനാവശ്യ ചിന്തകളിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു. ജീവിതത്തിനൊരു ലക്ഷ്യബോധം ഉണ്ടോ നിനക്ക്? നിന്നെ വിശ്വസിക്കാൻ ആളുകളുണ്ടോ ഇപ്പം നിനക്ക്? ഇതൊക്കെ നീ ചെയ്താൽ ഇതെല്ലാം നിനക്കുണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാർക്ക് നീ ഒരു തണലാകും. ഇപ്പം മുതൽ ഞാനത് തീരുമാനിച്ചേട്ടത്തി, ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് നിരഞ്ജന ജാനകിയോട് പറയുവാണ്. എൻ്റെ ഏട്ടത്തി എൻ്റെ കണ്ണ് തുറന്നു തന്നു എന്നൊക്കെ പറയുമ്പം നീ സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന കഥയില്ലാത്ത പെണ്ണാണെന്നുള്ള ചിലരുടെ തോന്നലുകൾ നീ മാറ്റി കൊടുക്കണമെന്ന് ജാനകി പറഞ്ഞു കൊടുക്കുക.
അപർണയ്ക്ക് അഹങ്കാരം കലർത്തി അപർണ തമ്പി എന്ന് പറയാമെങ്കിൽ ഒരു പടി കൂടി കയറി നിന്ന് നിനക്ക് പറയാൻ കഴിയണം ഞാൻ അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താനാണ് എന്ന്. അപ്പോൾ അതേ നിരഞ്ജനയുടെ മനസ്സും നിറഞ്ഞു. അതുപോലെ ചേച്ചി അനിയത്തിയും കൂടി ഇതൊക്കെ തീരുമാനിക്കാം. അന്നേരം ജാനകിക്ക് ഒരു കോൾ വന്നു. ജാനകി കോൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ അപർണ തമ്പുരാട്ടി പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എടുത്തു വെച്ചതും ആ ചായ നിലത്ത് വീണു. അപ്പോൾ ചായ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ചൂട് നമ്മുടെ പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നു. എന്താണെന്ന് ചോദിച്ചു. ചൂട് കാരണം ചായ താഴെ പോയെന്ന് പറഞ്ഞു. പ്രഭാവതി മുടിയൊക്കെ ഉരുട്ടിക്കെട്ടി അടുക്കളക്കാരിയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അന്നേരം ഇത് പ്രഭാവതിയെ കൊണ്ട് തുടപ്പിക്കാൻ വേണ്ടിയിട്ട് അപർണ ചെയ്തതാണെന്ന് പ്രഭാവതിക്ക് മനസ്സിലായി. അമ്മ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം തറ തുടപ്പിൽ നിന്ന് തന്നെ ആദ്യം അങ്ങ് തുടങ്ങി. അപ്പോൾ ദേ നമ്മുടെ അപർണ പ്രഭാവതിയെ കൊണ്ട് അതങ്ങ് ചെയ്യിപ്പിക്കുക. പ്രഭാവതി ചില്ലുകളൊക്കെ പെറുക്കി അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കപ്പിൽ ചായയൊക്കെ ഊതി കുടിച്ച് നമ്മുടെ അപർണ സന്തോഷിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ദേ ചില്ല് പെറുക്കി ഇതൊന്ന് തുടച്ചേക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ കൊണ്ട് അതും തുടപ്പിക്കുന്നു. സാരിയൊക്കെ മടക്കി കുത്തി പ്രഭാവതി അടുക്കളപ്പണി തുടങ്ങിയിരിക്കുന്നു. നല്ല രസകരമായിട്ട് അമ്മയ്ക്ക് മിണ്ടുമ്പോൾ പണി കൊടുക്കുകയാണ്. എച്ചിൽ പാത്രം കഴിയിപ്പിക്കുന്നു, തറ തുടപ്പിക്കുന്നു, അങ്ങനെ എല്ലാ പണികളും. അങ്ങനെ മിണ്ടുമ്പോൾ പണി തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതമാണോ എന്ന് പ്രഭാവതി ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രഭാവതിയെ കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ അപർണ വീട്ടുജോലിക്കാരി എന്നുള്ളൊരു പദവിയിലേക്ക്. അപ്പോൾ അതെ ഇതെല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ച് അപർണ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. എന്തായാലും ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷയാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്നുള്ള തിരിച്ചറിവിൽ പ്രഭാവതി നിൽക്കുന്നു. പ്രഭാവതി അളകാപുരിയുടെ അടുക്കളക്കാരിയും വേലക്കാരിയുമായി തൂക്കലും തുടക്കലുമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സുമംഗലാമ്മ അവിടെ വൃദ്ധസദനത്തിൽ കക്കൂസ് കഴുകാനുള്ള പരിപാടികൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നല്ല അവനവൻ ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള ഫലം അവനവന് തന്നെ കിട്ടുമെന്നുള്ള ഓരോ ഇതൊക്കെ കാണിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എപ്പിസോഡ് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.